നമസ്കാരം. ഫോട്ടോവൈഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യത്തെ വാർത്ത, കോമ്പാക്ട് ക്യാമറകൾ വൻ തിരിച്ചുവരവ് നടത്തുന്നതായി കാനൺ കമ്പനിയുടെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം തേർഡ് പാർട്ടി ലെൻസുകളെക്കുറിച്ചും പുതിയ ട്രെൻഡുകളെക്കുറിച്ചും അവർ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോ ഷൂട്ടിങ്ങിനായി കോമ്പാക്ട് ക്യാമറകളെയാണ് ഇപ്പോൾ കൂടുതൽ പേരും ഉപയോഗിക്കുന്നതെന്നാണ് കാനണിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും അതിന്റെ ഇമേജിംഗ് ഗ്രൂപ്പ് തലവനുമായ ഗോ ടോക്കുറ പറയുന്നത്. വീഡിയോ ഷൂട്ടിന് കൂടുതൽ പേർ മിറർലെസ് ആണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന വ്ളോഗർമാരിലധികവും കോമ്പാക്ട് ക്യാമറകളാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. മികച്ച ലെൻസുകളുള്ള സ്റ്റിൽ ക്യാമറയിലാണ് തങ്ങളുടെ അടിത്തറയെങ്കിലും മാറുന്ന കാലത്തിന് അനുസരിച്ചുള്ള വീഡിയോ സൗകര്യം കൂടി നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോണി FX3 സിനിമ ക്യാമറയിൽ പുതിയൊരു അപ്ഡേഷനിൽ സോണി അവരുടെ FX3 ഫുൾ ഫ്രെയിം സിനിമ ലൈൻ ക്യാമറയുടെ പരിഷ്കരിച്ച പതിപ്പായ FX3A പുതിയ ഹാർഡ്വെയർ അപ്ഡേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നിലെ LCD സ്ക്രീനിന്റെ റെസൊല്യൂഷൻ 1.44 ദശലക്ഷം ഡോട്ടുകളിൽ നിന്ന് ഏകദേശം 2.36 ദശലക്ഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോണിറ്ററിംഗിനും മെനു ഉപയോഗത്തിനും പുതിയ സ്ക്രീൻ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. വിൻഡോസ് ഫോട്ടോസിൽ മൈക്രോസോഫ്റ്റ് പുതിയ AI ലൈറ്റിംഗ് ടൂൾ പുറത്തിറക്കി. മൈക്രോസോഫ്റ്റ് പുതിയ ചില സർഫസ് ഉപകരണങ്ങൾക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് ആപ്പുകളിലെ ചില അപ്ഡേഷനുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് കൂടുതൽ എളുപ്പവും മനുഷ്യഭാവനയ്ക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിലുമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ സവിശേഷതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോട്ടോസ്, പെയിന്റിംഗ്, സ്നിപ്പിംഗ് ടൂളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. എങ്കിലും അവ ആക്സസ് ചെയ്യാൻ കമ്പനിയുടെ പുതിയ കോപൈലറ്റ് പ്ലസ് ആവശ്യമായി വരും. ഫോട്ടോസ് ആപ്പിലെ റിലൈറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലുകളിലൊന്ന്. 3 വെർച്വൽ ലൈറ്റ് സ്രോതസ്സുകളിൽ നിന്ന് വരെ ലൈറ്റിംഗ് ക്രമീകരിച്ച് ഫോട്ടോയെ അതിസുന്ദരമാക്കാൻ ഇത് സഹായിക്കും. ഫോട്ടോഷോപ്പ് പോലുള്ള സങ്കീർണ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാതെ തന്നെ ഫോട്ടോകളിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ആൽഫ ക്യാമറയുമായി സോണിയുടെ Xperia ഫോൺ. ആൽഫ ക്യാമറയുടെ സവിശേഷതയുമായി സ്മാർട്ട് ഫോൺ വിപണിയിൽ തിളങ്ങാൻ സോണി Xperia 1.7 അവതരിപ്പിക്കും. ലോഞ്ച് പ്രഖ്യാപിക്കുന്നതിനായി കമ്പനി അവരുടെ യൂട്യൂബ് ചാനലിൽ വളരെ ചെറിയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. Xperia 1.6 ലോഞ്ച് ചെയ്ത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് Xperia 1.7 എന്ന പുതിയ മോഡൽ ഇപ്പോൾ വരുന്നത്. ഒട്ടേറെ സവിശേഷതകളാണ് പുതിയ മോഡലിൽ ചേർത്തിട്ടുള്ളതെന്ന് ടീസർ വെളിപ്പെടുത്തുന്നു. വിമാനയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. വിമാനത്തിൽ യാത്ര പോകുമ്പോൾ ക്യാമറ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണമുണ്ടോ എന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ US-ലാണെങ്കിൽ വിമാനത്താവളങ്ങളിലേക്കും വിമാനങ്ങളിലും നിങ്ങൾക്ക് എന്തു കൊണ്ടുപോകാം, എന്ത് കൊണ്ടുപോകരുത് എന്നതിനെക്കുറിച്ച് TSA അഥവാ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന് വ്യക്തമായ നിയമങ്ങളുണ്ട്. അമേരിക്കയിൽ ക്യാരി ഓൺ ബാഗുകളിലും ചെക്ക്ഡ് ബാഗുകളിലും ക്യാമറകൾക്ക് TSA അംഗീകാരം നൽകുന്നുണ്ട്. മിക്ക രാജ്യങ്ങൾക്കും സമാന നിയമങ്ങൾ തന്നെയാണ്. എങ്കിലും ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങൾ ഉണ്ടാവും എന്നതിനാൽ യാത്രയ്ക്കിടെ കയ്യിലുള്ള ക്യാമറ കാരണം ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ നിങ്ങൾ യാത്ര ചെയ്യുന്ന രാജ്യത്തിന്റെ TSA നിയന്ത്രണങ്ങൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ചില ഇന്ത്യൻ വാർത്തകൾ. ഇന്ത്യയിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഇറങ്ങിയ ക്യാമറകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാനോൺ EOS R50V ക്യാമറയും RF-S 1430mm f4 6.3 IS STM PZ ലെൻസും പ്രഖ്യാപിച്ചു. കാനൺ കമ്പനി ഇത്തരത്തിലുള്ള ആദ്യമായിട്ടാണ് ഇറക്കുന്നത്. വീഡിയോ ചിത്രീകരണത്തിന് വ്ളോഗർമാരെ സഹായിക്കുന്ന ഇന്റർചേഞ്ചബിൾ ലെൻസ് ക്യാമറയും ബിൽറ്റ് ഇൻ പവർ സൂം ലെൻസോടുകൂടിയ ക്യാമറയും തയ്യാറായി കഴിഞ്ഞു. ഇനി വീഡിയോ നിർമ്മാണം അനായാസമായി. കാനൺ പുതിയ വൈഡ് ആംഗിൾ ലെൻസ് പ്രഖ്യാപിച്ചു. കാനണിന്റെ RF 20mm f1.4L VCM ലെൻസാണ് പ്രഖ്യാപിച്ചത്. VCM അഥവാ വോയിസ് കോയിൽ മോട്ടോർ AF സംവിധാനത്തോടു കൂടിയ ലെൻസാണ്. സ്റ്റിലിനും വീഡിയോയ്ക്കും ഒരുപോലെ ഇണങ്ങുന്ന ഹൈബ്രിഡ് പ്രൈം ലെൻസുകളുടെ പരമ്പരയിലെ 4ാമത്തെയും വീതിയേറിയതുമായ ഒന്നാണ്. f1.4 ആണ് പരമാവധി അപ്പർച്ചർ. സോണിയുടെ സെക്കൻഡ് ജനറേഷൻ താരമായ ആൽഫ 1.2 പ്രഖ്യാപിച്ചു. പ്രൊഫഷണലുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഉയർന്ന റെസൊല്യൂഷനും അതിവേഗതയും AI ട്രാക്കിംഗ് സൗകര്യവും സംയോജിക്കുന്ന ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറയായിരിക്കും ഇത്. സോണിയുടെ ഹൈ എൻഡ് ക്യാമറ നിരയിലെ ഏറ്റവും പ്രിയങ്കരമായ സവിശേഷതകൾ ഒരു ബോഡിയിലേക്ക് സംയോജിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ നിറവേറ്റുന്നതിനായി ഉയർന്ന റെസൊല്യൂഷൻ, വേഗത, കട്ടിംഗ് AI അധിഷ്ഠിത സാങ്കേതികവിദ്യ എന്നിവ ആൽഫ 1.2-ൽ സംയോജിക്കും. ഫോട്ടോ ജേർണലിസം, വൈൽഡ് ലൈഫ്, സ്പോർട്സ്, പോർട്രേച്ചർ, വെഡിംഗ്, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു ഹൈബ്രിഡ് ക്യാമറയായിരിക്കും ഇത്. ഇനി നിക്കോൺ കമ്പനിയുടെ ഒരു എൻട്രി ലെവൽ ക്യാമറയെക്കുറിച്ച് പറയാം. നിക്കോൺ Z5 II ഒരു എൻട്രി ലെവൽ ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറയാണ്. 24MP BSI സീമോ സെൻസറാണ് ഇതിലുള്ളത്. 7.5 EB വരെ സ്റ്റെബിലൈസ് ചെയ്യാനാവുന്ന ഈ ക്യാമറയുടെ മെക്കാനിക്കൽ ഷട്ടർ ഉപയോഗിച്ച് 14 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും 12 ബിറ്റ് റീഡ് ഔട്ട് ഉപയോഗിച്ച് മാത്രം 30 ഫ്രെയിം പെർ സെക്കൻഡ്
JPG ഷൂട്ട് ചെയ്യാനും ഇതിന് കഴിയും. ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിന് 9 തരം വിഷയങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഫുൾ വിഡ്ത്ത് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഇതിൽ പറ്റും. ഹെഡ്ഫോണും മൈക്രോഫോണും പ്ലഗ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. വലിയ സെൻസറുള്ള ഫ്യൂജിഫിലിമിന്റെ കോമ്പാക്ട് ക്യാമറയാണ് GFX 100 RF. ഇതിൽ വേരിയബിൾ 102 MB മീഡിയം ഫോർമാറ്റ് CMOS സെൻസറും 28 mm തുല്യമായ 35 mm f4 ലെൻസും ഉൾപ്പെടുന്നു. ഷട്ടർ സ്പീഡ്, ISO, അപ്പർച്ചർ, എക്സ്പോഷർ, കോമ്പൻസേഷൻ എന്നിവയ്ക്കായുള്ള ഫിസിക്കൽ നിയന്ത്രണങ്ങൾക്കായി 2 ടോപ്പ് ലൈറ്റ് കമാൻഡ് ഡയലുകളും ഇതിലുണ്ട്. ഫ്യൂജിഫിലിം ഫിലിം സിമുലേഷൻ കളർ മോഡുകളുടെ സ്റ്റാൻഡേർഡ് ശ്രേണിയും കമ്പനിയുടെ AI ഡിറൈവ്ഡ് സബ്ജക്ട് റെക്കഗ്നീഷൻ ഓട്ടോഫോക്കസ് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് UHS 2 SD കാർഡ് സ്ലോട്ടുകളുണ്ട്. ഡിജിറ്റൽ സൂം പ്രയോഗിക്കുന്നതിനുള്ള ടോഗിൾ സ്വിച്ചും ക്യാമറയിലുണ്ട്. കമ്പനി ഇതൊരു വീഡിയോ ക്യാമറയായി സ്ഥാപിക്കുന്നില്ലെങ്കിലും ഇതിൽ ILC GFX 100S2 അതേ സവിശേഷതകളെല്ലാം ഉണ്ട്. ഇത്രയുമാണ് പോയ മാസം ഇന്ത്യയിൽ ഇറങ്ങിയ ക്യാമറ. ഇന്ത്യയിൽ കഴിഞ്ഞ മാസം വിൽപ്പന തുടങ്ങിയ ലെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാനോൺ EF75-300 mm, f4 5.6 IS കാനോൺ SLR ക്യാമറകൾക്കുള്ള USM ടെലിഫോട്ടോ സൂം ലെൻസ്, സോണി FE50-150 mm f2 GM, ഫ്യൂജിഫിലിം XF1655 f2.8 RLM WR2, സിഗ്മ 16-300 mm f 3.5 to 6.7 DCOS, സിഗ്മ 300-600 mm f4 DGOS എന്നിവയാണ് പോയ വാരങ്ങളിൽ വിപണിയിൽ തുടങ്ങിയ ലെൻസുകൾ. ഇനി സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അടക്കം പലയിടത്തും ഡ്രോൺ പറത്താൻ പാടില്ല എന്നതാണ് ആ പുതിയ വാർത്ത. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിമാനത്താവളത്തിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ ഭാഗം റെഡ് സോണായി പ്രഖ്യാപിച്ചു. റെഡ് സോൺ മേഖലകളിൽ ഒരു കാരണവശാലും ഡ്രോൺ പറത്താൻ പാടില്ല. മറ്റു മേഖലകളിൽ മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ഡ്രോൺ പറത്താൻ അനുവാദമുള്ളൂ. ഇത്തരത്തിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. രാജ്ഭവൻ, കേരള നിയമസഭ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ, പ്രതിപക്ഷ നേതാവിന്റെ വസതി, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, വിഴിഞ്ഞം ഹാർബർ, VSSC, ISRO തുമ്പ, ISRO നാഷണൽ സിസ്റ്റം യൂണിറ്റ് വട്ടിയൂർക്കാവ്, LPSC, ISRO വലിയമല, തിരുവനന്തപുരം ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എയർപോർട്ട്, ആക്കുളം സദേൺ എയർ കമാൻഡ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക്നോ പാർക്ക്, മുക്കിനിമല റഡാർ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മിലിറ്ററി ക്യാമ്പ് പാങ്ങോട്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ യാതൊരു കാരണവശാലും ഡ്രോണുകൾ പറത്താൻ പാടില്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഫോട്ടോലിങ്കിന് സോണി അച്ചീവ്മെന്റ് അവാർഡ്. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫോട്ടോലിങ്ക് മാനേജിംഗ് പാർട്ണർ എബി വിൽസൺ സോണി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ നെയ്യാറിൽ നിന്നും സോണിയുടെ അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങി. സോണി ക്യാമറ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയതിനായിരുന്നു അവാർഡ്. ഫോട്ടോലിങ്കിന് തൃശൂർ, കോഴിക്കോട്, പെരിന്തൽമണ്ണ, കൽപ്പറ്റ, ചങ്ങനാശ്ശേരി, കായംകുളം എന്നിവിടങ്ങളിലാണ് സ്ഥാപനങ്ങൾ ഉള്ളത്. ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ. അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വാർത്തയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.